ഇന്ന് നമുക്കൊരു ഈസി ചട്ടിപ്പത്തിരി റെസിപ്പി നോക്കിയാൽ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ അതേ 1/4 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക. കുരുമുളക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഒരു 2.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുട്ടയും കൂടെ പൊടിച്ചു വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ദോശ ചുടാനുള്ള കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. അപ്പൊ വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്ററിൽ ഒരു 10 ദോശയോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാനിലേക്ക് നെയ്യോ ഓയിലോ ഒന്ന് തടവി കൊടുക്കാം. ഇനി ഓരോ ദോശ എടുത്തിട്ട് മുട്ടയുടെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പാനിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതിന്റെ മുകളിലായിട്ട് നമ്മൾ ബീഫ് വെച്ചിട്ട് ഒരു മസാല തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കന്റെ മസാലയോ ബീഫിന്റെ മസാലയോ അല്ലെങ്കിൽ മുട്ട വെച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയും മസാലയും കൂടെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതേ മെത്തേഡിൽ തന്നെ തേങ്ങാപ്പണ്ടവും മുട്ടയും കൂടെ വെച്ചിട്ട് അതിലുള്ള ചട്ടിപ്പത്തിരി റെഡി ആക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ദോശയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന മുട്ടയുടെ ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു ഭാഗം കുക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ഭാഗം കൂടെ ഒന്ന് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈസി ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.